സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. പാപത്തിൽ നിന്നെന്നെ വീണ്ടവനെ, പാറമേലെന്നെ നിർത്തിയോനെ, ഉന്നത പദവിയിലിരുത്തിയോനെ, നല്ല കർത്താവേ സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. പ്രാണനെ മരണത്തിൻ പിടിയിൽ നിന്നും, ആയുസ്സിനെ കണ്ണുനീരിൽ നിന്നും, അധ്വാന ഫലത്തെ നഷ്ടത്തിൽ നിന്നും സൂക്ഷിച്ച ദൈവമേ സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. കാതുകളും നല്ല കണ്ണുകളും കൈകാലുകൾക്കാരോഗ്യത്തെയും ദീർഘായുസ്സും മനസമാധാനവും തന്ന കർത്താവേ സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ഭൗതിക നന്മകൾ തന്നവനെ, ജീവിത സൗകര്യങ്ങൾ തന്നവനെ, നല്ല കുടുംബം തന്നവനെ, പ്രിയ കർത്താവേ സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരും ഈ സമയത്ത് അറിയിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ജീവിതം ഒരു സൂപ്പർ നാച്ചുറൽ അത്ഭുതമായുള്ള ജീവിതമായി മാറും. ഒരു സാധാരണ വ്യക്തിയായി മാറത്തില്ല, അധികാരമുള്ളവരായി മാറും, ധൈര്യമുള്ളവരായി മാറും. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചാൽ പല ഭാഗങ്ങളിൽ ദൈവത്തോട് പറ്റിയിരുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുന്നത് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ നാം വായിക്കുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ ശിഷ്യന്മാരെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയാണ്: അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നറിഞ്ഞു. ഇവർ പഠിപ്പില്ലാത്തവരാണ്, സാധാരണ മനുഷ്യരാണ്. പക്ഷെങ്കിൽ ഇവരുടെ ധൈര്യം കാണുകയാലും ഇവരുടെ പ്രസംഗമൊക്കെ കേൾക്കും, ഇവരുടെ ധൈര്യവും ഉത്സാഹവും ഒക്കെ കാണുമ്പം ജനത്തിന് മനസ്സിലായി എന്താണ്, ഇവർ യേശുവിൻ്റെ കൂടെ സഞ്ചരിച്ചവരാണ്, യേശു ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. ഇന്ന് ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഘോഷയാത്ര. ഇവിടെ പത്രോസും യോഹന്നാനും എപ്പോഴാണ് ഈ ധൈര്യം വന്നത്? പത്രോസും യോഹന്നാനും മരണത്തെ ജയിച്ച്, യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം, യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണ് പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്ന് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവർ ശക്തിയുള്ളവരായി മാറുകയാണ്. പെന്തിക്കോസ്ത് നാളിൽ അവർ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അഗ്നി നാവ് പോലെ അവരുടെ മേൽ വന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ് ഈ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കാൻ തുടങ്ങി. അവർ ദൈവത്തോട് ചേർന്ന് നടക്കാൻ തുടങ്ങി. അവർ സാധാരണ വ്യക്തികളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ അവർ ധൈര്യമുള്ളവരായി മാറി. അവരുടെ ധൈര്യം കാണുകയാൽ ജനം ആശ്ചര്യപ്പെടത്തോക്കണം. ഇവർ സാധാരണ മനുഷ്യർ, പഠിപ്പില്ലാത്തവരാണ്, പക്ഷെ ഇവരുടെ ഭാഷ മാറാൻ തുടങ്ങി, ഇവരുടെ ധൈര്യം മാറാൻ തുടങ്ങി. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തോട് ചേർന്ന് നിന്നാൽ എന്നെ കേൾക്കുന്ന ഞാനും നിങ്ങളും അസാധാരണ വ്യക്തികളായി മാറുക തന്നെ ചെയ്യും. യോശുവയുടെ പുസ്തകം അതിൻ്റെ 14 വായിക്കുമ്പോൾ അതിൻ്റെ 8-9 വാക്യങ്ങൾ ഇങ്ങനെ പറയാണ്: ഞാൻ എൻ്റെ ദൈവമായ യഹോവയോട്
പൂർണ്ണമായി പറ്റി നിന്നു. ഞാൻ എൻ്റെ ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നു. എന്നിട്ട് പറയാണ്, നീ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽ വച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് മോശ അന്ന് സത്യം ചെയ്ത് പറഞ്ഞു. മോശ പറയുകയാണ്, നീ നിന്റെ ദൈവമായ യഹോവയോട്, യോശുവയോട് പറയാണ്, നീ പൂർണ്ണമായി പറ്റിച്ചേർന്ന് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ നീ കാൽ വെച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് മോശ അരുളി ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ പാർക്കുന്ന ദേശവും നിങ്ങളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യാക്കോബ് അപ്പോസ്തലൻ പറയുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായത്തിൽ പറയാണ്, 8-ാം വാക്യത്തിൽ പറയാണ്, ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ഒരു വ്യക്തി ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ദൈവം അവനോട് അടുത്തു വരികയാണ്. ദൈവം കൂടെ നിന്നാൽ എന്തൊക്കെ അത്ഭുതങ്ങൾ നടക്കുമോ അത് മുഴുവൻ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ദൈവത്തിൻ്റെ പ്രത്യേകത എന്താ? ദൈവം അത്ഭുത മന്ത്രിയാണ്, ദൈവം വീരനാം ദൈവമാണ്, ദൈവം നിത്യ പിതാവാണ്, ദൈവം സമാധാന പ്രഭുവാണ്. അതാണ് യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുണ്ടാകും. ആ ജീവിതത്തിൽ സമാധാനം വരാൻ തുടങ്ങും, ആ ജീവിതത്തിൽ സന്തോഷം വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇവിടെ ഈ യാക്കോബ് അപ്പോസ്തലൻ പറയാം, പക്ഷെ നമ്മൾ ചിലതിനോട് എതിർത്ത് നിൽക്കണം, പക്ഷെ ദൈവത്തോട് അടുത്ത് നിൽക്കണം. എന്തിനോട് എതിർത്ത് നിൽക്കേണ്ടത്? ഇവിടെ പറയാണ്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണം, പിശാചിനോട് എതിർത്ത് നിൽക്കണം, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എന്നിട്ട് പറയാണ്, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ ദൈവം നമ്മോടും അടുത്തു വരും. ദൈവം അടുത്തു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പൂർണ്ണമായി യോശുവ പറ്റിച്ചേർന്ന് നിന്നതുകൊണ്ട്, ദൈവത്തോട് അടുത്ത് നിന്നതുകൊണ്ട്, മോശ പറഞ്ഞതുപോലെ നിന്റെ ദൈവമായ യഹോവ പൂർണ്ണമായി നീ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നതുകൊണ്ട് നീ കാൽ വെച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കുമെന്ന് അരുളി ചെയ്തു. ചില ആളുകൾ ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവരോട്, ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരോട് ചോദിക്കും, നിങ്ങൾക്ക് എന്ത് ലഭിച്ചു? ലഭിച്ചത് കാണാൻ പോകുന്നതേ ഉള്ളൂ. ദൈവത്തോടടുത്ത് നിങ്ങൾ ചേർന്ന് നിൽക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നെങ്കിൽ നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ മാത്രമല്ല, ദൈവമായ യഹോവയോട് പൂർണ്ണമായി നിങ്ങൾ പറ്റിച്ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന ദേശം ദൈവം നിങ്ങൾക്ക് അവകാശമായി തരുമെന്ന് മാത്രമല്ല, നിൻ്റെ മക്കൾക്ക് അവകാശമായി തരും എന്ന് മാത്രമല്ല, അവരനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്ന് നാം തീരുമാനിക്കേണ്ട ഒരു കാര്യം, ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കും, ദൈവത്തോട് പറ്റിച്ചേർന്ന്. എങ്ങനെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കാൻ കഴിയും? എങ്ങനെ ഈ വിധത്തിൽ നമുക്ക് മാറാൻ കഴിയും? പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനോടുകൂടെ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മ ആചരിച്ചാൽ, ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ അതാണ് സംഭവിക്കുന്നത്. പെന്തിക്കോസ് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. പരിശുദ്ധാത്മാവ് പിന്നീട് അവരെ ഗൈഡ് ചെയ്യാൻ തുടങ്ങി. ഈ പത്രോസും യോഹന്നാനും കൂടെ ഒറ്റ മനസ്സോടുകൂടെ കല്ലറ വരെ ഓടിപ്പോയിട്ടും ഒരാൾ മുന്നിലും ഒരാൾ പുറകിലുമായിട്ടാണ് ചെന്നെങ്കിൽ, ഇവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന് മുമ്പിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നവൻ്റെ അടുത്ത് വന്നപ്പോൾ അവരുടെ ഭാഷ ഒന്നായി. അവർ പറയാണ്, ഞങ്ങളെ നോക്കാൻ പറയാണ്. എന്നിട്ട് അവനോട് പറയാണ്, വെള്ളിയും പൊന്നും ഒന്നും ഇല്ല തരാൻ, എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. ആ മാത്രയിൽ അവർ പറഞ്ഞു തീരുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്നവൻ സൗഖ്യം പ്രാപിച്ച് അത്ഭുതം കാണാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാമും ഇന്ന് അപ്പോൾ തന്നെ ആ ശിഷ്യന്മാരുടെ കാര്യമാണ് പറയുന്നത്. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും, ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യപരമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും അവർ ആശ്ചര്യപ്പെട്ടു. ഇവരുടെ കൈകൂടെ നടക്കുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ടാണ്, ഇവർ പറയുന്ന വാക്കുകൾ കേട്ടിട്ടാണ്, ഇവർ ഒരു മനസ്സോടെ നിൽക്കുന്നത് കണ്ടിട്ടാണ്. നമ്മുടെ കഴിവുകളോ നമ്മുടെ പഠനത്തിൻ്റെ പാണ്ഡിത്യമോ, നമ്മൾ സാധാരണ മനുഷ്യരായിക്കോട്ടെ, പക്ഷെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായാൽ, ദൈവവചനം അനുസരിക്കാൻ തയ്യാറായാൽ, പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ നിൽക്കാൻ തയ്യാറായാൽ, പരിശുദ്ധാത്മാവുമായി വ്യക്തിപരമായ കൂട്ടായ്മ പുലർത്താൻ തയ്യാറായാൽ എന്താ സംഭവിക്കുന്നത്? പറ്റിച്ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ അവരുടെ തലമുറകൾ, അവർ നിൽക്കുന്ന ദേശം അവകാശമാകത്തക്കവണ്ണം അവരെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ ദൈവം നിങ്ങളോട് അടുത്ത് വരും. പിശാചിനോട് എതിർത്ത് നിൽക്കുകയും
അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, പത്രോസും യോഹന്നാൻ്റെയും ധൈര്യം ജനം കണ്ടപ്പോൾ അവർ പഠിപ്പില്ലാത്തവരും സാധാരണ മനുഷ്യരുമാണെന്ന് അറിഞ്ഞിട്ട് അവർ ആശ്ചര്യപ്പെട്ടതുപോലെ ഇങ്ങനെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ മഹത്വം വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യം വ്യാപരിക്കട്ടെ. കർത്താവിനോട് ഈ ദിവസങ്ങളിൽ പറ്റിച്ചേർന്നിരിക്കാൻ, കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ, ഇവർ യേശുവിൻ്റെ കൂടെ ആയിരുന്നു എന്ന് മറ്റുള്ളവർ പറയത്തക്കവണ്ണം വിധത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാൻ ഞങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്തിൽ നിന്നെന്നെ വീണ്ടവനേ, പാറമേൽ എന്നെ നിർത്തിയോനേ, ഉന്നത പദവിയിലിരുത്തിയോനേ, നല്ല കർത്താവേ സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പ്രാണനെ മരണത്തിൻ പിടിയിൽ നിന്നും, ആയുസ്സിനെ കണ്ണുനീരിൽ നിന്നും, അധ്വാന ഫലത്തെ നഷ്ടത്തിൽ നിന്നും സൂക്ഷിച്ച ദൈവമേ സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. കാതുകളും നല്ല കണ്ണുകളും കൈകാലുകൾക്കാരോഗ്യത്തെയും ദീർഘായുസ്സും മനസമാധാനവും തന്ന കർത്താവേ സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഭൗതിക നന്മകൾ തന്നവനേ, ജീവിത സൗകര്യങ്ങൾ തന്നവനേ, നല്ല കുടുംബം തന്നവനേ, പ്രിയ കർത്താവേ സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ.